സമയത്ത് അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭ്രൂണത്തിൻ്റെ വളർച്ച, നമ്മളുടെ എംബ്രിയോൻ്റെ വളർച്ച അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഓവുലേഷൻ സമയത്താണ് നമ്മുടെ എഗ്ഗ് പുറത്ത് വരിക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയം മുതൽ നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് വരെ നമ്മൾ നമ്മുടെ ബോഡി ഒന്ന് കെയർ ചെയ്യണം. അതായത് നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ കുളി സ്റ്റോപ്പ് ചെയ്യുക, പച്ചവെള്ളത്തിൽ കുളിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് ചൂടുള്ള സ്ഥലങ്ങളിൽ ഇരിക്കാണ്ടിരിക്കുക. നമ്മുടെ ബോഡി എപ്പോഴും കൂളാക്കി വെക്കുക. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടാണ്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാനും അതുപോലെ തന്നെ നമ്മുടെ ഇംപ്ലാന്റേഷൻ അവിടെ നടക്കാണ്ടിരിക്കാനും ഇത് ഒരുപാട് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചൂട് മാക്സിമം നമ്മുടെ ശരീരത്തിൽ നിന്നും ഒഴിവാക്കുക. ദിവസവും ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. എപ്പോഴും നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. അതുപോലെ തന്നെ ഇലക്കറികൾ, പച്ചക്കറികൾ, ഗ്രീൻ ലീഫായിട്ടുള്ള പച്ചക്കറികളുണ്ടല്ലോ, ഇത് ധാരാളം കഴിക്കുക. ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. അതുപോലെ തന്നെ ഒലിവ് ഓയിൽ